അന്ന് വെറും 5 ദിവസം കൊണ്ട് കേസ് ഡിറ്റക്ഷൻ ചെയ്ത മുഴുവൻ പ്രതികളെയും അവരുടെ ഏരിയയിൽ പോയി അറസ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിച്ച ഒരു ടീമുണ്ട്. കണ്ണൂർ SP കൃഷ്ണലാൽ സാറിന്റെ സ്ക്വാഡ്, കണ്ണൂർ സ്ക്വാഡ്. SI പറഞ്ഞത് അതൊരു സൂയിസൈഡ് ആണെന്നാണല്ലോ ജോലി. അതങ്ങനെയാണെന്ന് ഒരു സ്റ്റേഷനിൽ വിവിധ തരത്തിലുള്ള നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യണം. അതെല്ലാം കൂടെ ഒറ്റയടിക്ക് തീർപ്പാക്കാനുള്ള ആളുകളും നമ്മുടെ ഫോഴ്സിലില്ല. ഓട്ടോപ്സി ചെയ്ത ദത്തൻ സാർ പറഞ്ഞത് സിന്തസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ റിക്കോൺ പ്ലേറ്റ് അഥവാ റീകൺസ്ട്രക്ഷൻ പ്ലേറ്റ് എന്നാണ്. അവരുടെ 150-200 ആൾക്കാരുണ്ട് സാർ. ക്യാമ്പിൽ കൂടുതൽ ഫോഴ്സ് വന്ന് 100 പേരില്ല, 500 பேர் வந்தாலும் சமாளிக்கிற பேர் தான் சஸ்கார். இன்னும் 10 நிமிஷத்துல துண்டை காணும் துணியை காணும் சொல்லி இங்க ஒருத்தன் கூட இருக்க கூடாது. ഇതാണ് ജോർജ്. ഹോം മിനിസ്ട്രി നമുക്ക് തന്നിരിക്കുന്നത് 10 ദിവസമാണ്. ഈ കേസ് തെളിയിക്കാൻ 10 ദിവസമാണ്. അതിനുള്ളിൽ നിങ്ങൾക്ക് ഈ കേസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. കോയമ്പത്തൂരിലെ പ്രതികൾ മിടുക്കന്മാരാകുമ്പോൾ നമ്മളും മിടുമിടുക്കന്മാരാകട്ടെ. എല്ലാവരും പിടിക്കാൻ പറ്റും. ஒவ்வொரு நாளும் ஒவ்வொரு ஊரு ஒவ்வொரு கதை. ஒரு நாள் மும்பை, அங்கிருந்து புவனேஸ்வர், அடுத்த நாள் ஹைதராபாத். അവന്മാരെ മുമ്പേ തന്നെ അടിച്ചു. ഒരു നാളെ അടുത്തേക്ക് പോയിക്കൂടെ? இப்போ ஏதோ சின்ன வில்லேஜ், அது டிக்ரி வில்லேஜ். ആ ഭാഗത്ത് ഇന്തോ നേപ്പാൾ ബോർഡറില്ല. അവന്മാര് ബോർഡർ കടക്കാനുള്ള പരിപാടിയാണ്. ബോർഡർ കടന്നു കിട്ടിയ പിന്നെ അവന്മാരെ കിട്ടാൻ ഒരു വഴിയില്ല. நீங்க சொல்ற கதையெல்லாம் நல்லா தான் பாருங்க. But the great Indian tour is over. നാടോടികളെ പോലെ ഇക്കണ്ട വഴിയൊക്കെ നടന്നത് അവരെ പിടിക്കാനും സാധിക്കും. 3000 കിലോമീറ്റർ താണ്ടി വന്നിട്ട് 30 കിലോമീറ്റർ ദൂരെ നിൽക്കുന്ന അവരെ വിട്ടിട്ട് വരാൻ ഞങ്ങൾക്ക് മനസ്സിലുണ്ടോ? പോലീസുകാരന്റെ കൊണ്ടെടുത്ത് തന്നെ വേണം അവർ വരും, ഊട്ടിയും കിഴിച്ചും പ്രതികളെ പിടിക്കും. കരഘോഷങ്ങൾക്ക് കാത്തു നിൽക്കാതെ അവർ മാഞ്ഞു പോകും. ഈ മിടുക്കന്മാർക്കൊക്കെ ഒരു വിചാരമുണ്ട്, നാട്ടിൽ എന്ത് പണിയും നടത്തിയത് രക്ഷപ്പെടാവുന്നു. പുറകെ ഓടും സാറേ, ഓടിച്ചിട്ട് പിടിക്കും കേരള പോലീസ്. ഓടിയ വഴി കൂടെ തിരിച്ച് കൊണ്ടുവരികയും ചെയ്യും.